അപ്പം നമുക്കിത് ഒരു കിടില സ്ഥലത്തോടാണ് നമ്മളിത് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വിട്ടാലോ? അങ്ങ് മുകളിലോട്ട് നോക്കി നല്ല കോട ഇറങ്ങി നിൽക്കുന്നുണ്ട്. അവിടെ മൊത്തം മലനിരകളാണ്. നമുക്ക് മലയൊന്നും കാണത്തൊന്നുമില്ല. അത് കാരണം അടിപൊളി മഞ്ഞ് മൂടിയിട്ടേ, അത് കാരണം മലയൊന്നും കാണത്തില്ല. സൂപ്പർ കോടയാണ് ഗൈസ്, ഒരു വക കാണത്തില്ല. ഓ, ഇങ്ങനെ ഇതിനകത്തൂടെ ബൈക്ക് ഓടിക്കുമ്പോഴല്ലോ പ്രത്യേക ഒരു രസമാണ് കേട്ടോ. ഈ റോഡ് കണ്ടോ ഗൈസ്, ഒരു രക്ഷയില്ല, പൊളിയല്ലേ. രണ്ട് സൈഡിൽ നല്ല തേയിലത്തോട്ടങ്ങളും അതിന് നടുക്കൂടെ ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും, കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളും, മഞ്ഞും മഴയും കോടയും. അയ്യോ എൻ്റെ പൊന്നു മക്കളെ, ഇതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലെന്നേ. നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ തേയിലത്തോട്ടത്തിനൊക്കെ നടുക്ക് ഒരു കിടിലൻ സ്പോട്ടുണ്ട് കേട്ടോ. അത് കാണാൻ വേണ്ടിയാണ്. അതായത് നമ്മളെ എന്നാ പറയുന്നത്, ഗോൾഫ് കളിക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. അതായത് ഗോൾഫ് കളിക്കുന്ന ഗ്രൗണ്ട്, അതായത് ഈ ഒരു ഫുള്ള് തേയിലക്കാട്ടിനൊക്കെ നടുക്ക് ഒരു കിടിലൻ കുറച്ച് സ്ഥലം. അപ്പോൾ സത്യം പറഞ്ഞാൽ ആർക്കും അറിയത്തില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ആർക്കും അറിയത്തില്ല, ഈ ഏരിയയിലൊന്നും ഒരു മനുഷ്യന്മാർക്ക് പോലും അറിയത്തില്ല. നമുക്ക് യൂട്യൂബിലൊന്നും ആ സ്ഥലമില്ല, യൂട്യൂബിലില്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു സ്ഥലത്തും അങ്ങനെ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് മാത്രം കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഇത്രയും വലിയ ഭീകരമായിട്ടുള്ള തേയിലത്തോട്ടത്തിന് നടുക്കാണെന്ന് ഈ ഒരു സ്ഥലം. ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ തന്നെ വലിയ പാടാണ്. ഗൂഗിൾ മാപ്പ് നോക്കട്ടെ, ഏത് ഏരിയയിലാണെന്ന് നോക്കണമല്ലോ. നമുക്ക് വഴി തെറ്റിയിരിക്കുകയാണ് കേസ്. തൊട്ട് പുറകിൽ നിന്ന് റൈറ്റിലേക്കാണ് തിരിഞ്ഞ് പോകേണ്ടിരുന്നത്. മൊത്തം വഴി മഴയൊക്കെ ആയിട്ട് മൊത്തം ഈ പുല്ല് കയറി കിടക്കുന്നതുകൊണ്ടേ തെന്നാൻ ചാൻസ് ഉണ്ട്. വണ്ടി പോകുന്ന റോഡൊന്നും അല്ലാത്തതുകൊണ്ടേ തെന്നി പോകുന്നേ, ബാക്കി തെന്നി പോവാണേ കേട്ടോ. പുല്ലിനകത്ത് കിടന്ന് കറങ്ങോ ടയർ. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഗൂഗിൾ മാപ്പ് നോക്കി ഇതേണ്ട അങ്ങോട്ട് നോക്കി, അവിടെയാണ് ആ സ്ഥലം. ഡേഞ്ചർ വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ കറക്റ്റ് സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഗേയ്സ്. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് ഗേയ്സ്. അപ്പോൾ കൃത്യം നമ്മൾ കറക്റ്റ് വഴി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മൾ ആ പറഞ്ഞ സ്ഥലം, ഇതാണ് ഞാൻ ആ പറഞ്ഞ സ്ഥലം കേട്ടോ. കണ്ടത് കണ്ടോ, ഗ്രൗണ്ട് കണ്ടോ. ഇവിടുന്ന് ഒറ്റ അടിക്ക് ചിലപ്പോൾ അപ്പുറത്ത് ഗ്രൗണ്ടിൽ ഇടുമായിരിക്കും, അങ്ങനെ ആയിരിക്കും കളി ചിലപ്പോൾ. നമുക്കറിയത്തില്ല, ഞാനത് യൂട്യൂബിൽ നോക്കട്ടെ. ഈ ബ്രിട്ടീഷുകാരുടെ കാലത്തോട്ടുള്ള ചിലപ്പം സ്ഥലമായിരിക്കണം കേട്ടോ ഇത്. അവരുടെ കളികളാണല്ലോ ഈ ഗോൾഫ് കളി,